ആദ്യ ഗുരുജി, ഈ ദേവി മാനിഫെസ്റ്റേഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്? അതിൻ്റെ പോസിബിലിറ്റീസ് ഒക്കെ എന്താണ്? പക്ഷേ ദേവി എപ്പോഴും നമുക്കറിയാം, നമ്മുടെ ഒരു സാധന ലൈഫിലാണെങ്കിലും ഒരു നോർമലിലുള്ള ആൾക്കാരുടെ ജീവിതശൈലിയിലും എപ്പോഴും മുൻഗണന കൊടുക്കുന്ന ഒരു പ്രാധാന്യമാണ് എപ്പോഴും ദേവിക്ക് ഉണ്ടാവുന്നത്. ദേവിയുടെ ഒരു അടിസ്ഥാനം എന്ന് പറയുമ്പം നമുക്കറിയാം, നമ്മൾ ദേവിയെ കാണുന്ന 3 ഭാവത്തിലാണ്. ഒന്ന് തമോയായിട്ടും, ഒന്ന് രജോയായിട്ടും, ഒന്ന് സാത്വമായിട്ടുമാണ് നമ്മൾ കാണുന്നത്. ഈ 3 ഭാവങ്ങളിലാണ് ശരിക്കും നവരാത്രി പോലുള്ള കാര്യങ്ങൾ പോലും വരുന്നത്. എന്നാൽ ഈ ദേവി ആരാധന എന്ന് പറയുന്നത് ഉയർന്ന യോഗികളുടെ ഇടയിൽ അവർ ഈ ദേവിയെ അവർ ഉള്ളിലേക്ക് ആവാഹിക്കുന്ന ഒരു പ്രോസസ്സാണ് ഉണ്ടാവുന്നത്. നമ്മുടെ ഈ ഒരു യോഗ പരമ്പരയിൽ, തന്ത്ര പരമ്പരയിൽ എപ്പോഴും ഉയർന്ന മനുഷ്യ ശരീരത്തിനും മനസ്സിൻ്റെയും അപ്പുറത്തും വേറെ നോൺ ഫിസിക്കൽ ഫോമിൽ പല എൻറ്റിറ്റീസും ഉണ്ടെന്ന് തിരിച്ചറിഞ്ഞതാണ് യോഗികളും താന്ത്രികന്മാരും കണ്ടെത്തിയത്. ഇപ്പം നവരാത്രി ദിനത്തിൽ നമുക്കറിയാം 3 നമ്മൾ 9 ആരാധിക്കുന്നത്. ആദ്യത്തെ 3 ദിവസം ദുർഗയ്ക്കും, ബാക്കി 3 ദിവസം കാളിക്കും, 3 ദിവസം സരസ്വതിക്കും വേണ്ടിയിട്ടാണ്. അതിൻ്റെ ഒരു ആരാധന ക്രമീകരണം എന്ന് പറയുന്നത് പോലും ഇത്രയാണ്. എപ്പോഴും ദേവിയെ ഉള്ളിലേക്ക് ആവാഹിച്ച് അതിനെ പോസിബിലിറ്റീസ് ആക്കാൻ പറ്റുന്നത് അഘോരി സാധകർക്കും അതേപോലെ തന്നെ നാഗസാധകർക്കും മാത്രമാണ്. ദേവി വേണ്ട വിധത്തിൽ ഉള്ളിലേക്ക് എടുത്തുകൊണ്ട് ദേവി പ്രീതിപ്പെടുത്താൻ പറ്റുന്നത്. എന്നാൽ ഒരു സാധാ മനുഷ്യന് പോലും ദേവിയെ മാനിഫെസ്റ്റ് ചെയ്യാൻ പറ്റുന്ന, അല്ലെങ്കിൽ എപ്പോഴും അറിയാലോ, ഇപ്പം നവരാത്രി, ശിവരാത്രി പോലെ ഇത് രാത്രികളാണ്, കേട്ടിട്ടല്ലേ? ഇപ്പോൾ നമുക്കറിയാം, സ്കൂളിൽ പഠിക്കുന്ന, എഡ്യൂക്കേഷൻ ചെയ്യുന്ന കുട്ടികളാണെങ്കിൽ പോലും നൈറ്റ് ടൈം ഇരുന്ന് പഠിക്കുമ്പോൾ ഒരു ഐ ഫോക്കസ് കിട്ടുന്നത് ആ പഠിക്കുന്ന കാര്യത്തിൽ. അപ്പം രാത്രികളിൽ, ഉദാഹരണം പറഞ്ഞ മനുഷ്യനെല്ലാം ശ്രദ്ധിച്ച്, രാത്രി സമയങ്ങളാണ് കൂടുതലും അവന് മയക്കം പോലുള്ള കാര്യം, ഉറക്കം വരാൻ പോലുള്ള മയക്കം വരാത്ത കാര്യം. ഇപ്പം ഉയർന്നൊരു സാധനയല്ല, ഒരു യോഗി ഉയർന്ന സാധന, ഒരു യോഗി കടന്നു പോകുമ്പോൾ ചില ആൾക്കാർ മയങ്ങി വീഴാറുണ്ട്, അല്ലെ? ദീക്ഷ കൊടുക്കുന്ന സമയത്ത് ഊർജം കൂടിക്കഴിയുമ്പോൾ മയങ്ങി വീഴാറുണ്ട്. അതേപോലെ തന്നെ രാത്രി സമയങ്ങളിലുള്ള എനർജി എന്ന് പറയുന്ന മനുഷ്യ കുണ്ടലിനിക്ക് താങ്ങാൻ പറ്റുന്നതിൻ്റെ അപ്പുറം വന്നു കഴിഞ്ഞാൽ മനുഷ്യൻ ഓട്ടോമാറ്റിക്കലി മയക്കത്തിലേക്ക് പോകുന്നൊരു ക്രമീകരണമാണ്. പക്ഷെ അത് പർട്ടിക്കുലറായിട്ടല്ല, നമ്മളൊരു ക്രമീകരിച്ച് പോകുമ്പോൾ നമുക്കറിയാം രാത്രി സമയങ്ങളാണ് ഏറ്റവും കൂടുതൽ എനർജി ഉള്ളൊരു ടൈം എന്നുള്ളത്. മഹാശിവരാത്രി ആണെങ്കിലും നവരാത്രി പോലുള്ളതെന്ന് വെച്ചാൽ പോലും നമ്മുടെ ഒരു ചക്രങ്ങളെ, ഇപ്പോൾ 3 ദിവസം നമ്മൾ നവരാത്രി ആഘോഷിക്കുന്ന സമയം എന്താ ചെയ്യുക? ആദ്യത്തെ 3 ദിവസം ദുർഗയ്ക്കാണ് പ്രാധാന്യം കൊടുക്കുന്നത്. ഈ 3 ദിവസം ഈ പ്രപഞ്ചത്തിൽ നമ്മുടെ മൂലാധാരയും സ്വാധിഷ്ഠാനയും ആക്റ്റീവ് ചെയ്യാനായിട്ടുള്ളൊരു പ്രോസസ്സാണ് ഉണ്ടാകുന്നത്. ബാക്കിയുള്ള 3 ദിവസവും നമ്മുടെ മണിപ്പൂരകയും അനാഹതയും പോസിബിൾ ആക്കാനുള്ളൊരു ഇതാണ് ഉണ്ടാകുന്നത്. അനാഹതയെ പോസിബിൾ ആക്കുമ്പോഴാണ് നമുക്ക് നാദത്തിലേക്ക് പ്രവേശനം വരുന്നത്. ഓംകാരമായിട്ടും നാദമായിട്ടും എല്ലാം കേട്ടാണ് നമ്മുടെ വിശുദ്ധിയും ആജ്ഞ എന്ത് ചെയ്യുന്നത്, ഓപ്പൺ ആക്കാനായിട്ടുള്ള ഒരു ക്രമീകരണം വരുന്നത്. അപ്പം ഈ 3 ദേവിമാരുടെ ഭാവങ്ങളും 3 ഫോമിലും നമ്മൾ ആരാധിക്കുന്ന എന്തിനാ? ഒരു സാധാ മനുഷ്യൻ്റെ വ്യക്തിത്വത്തിൽ പോലും എന്തുണ്ടാകും, മെറ്റീരിയലുള്ള വെൽബീയിങ്ങും കാര്യങ്ങളും വന്നു തരാൻ. എപ്പോഴും ദേവി എന്ന് പറയുന്നത് ഒരു ക്ഷേത്രത്തിലുള്ള ഫോമല്ല. ഓരോ മനുഷ്യൻ്റെ ഉള്ളിലും ഇത് കോൺസെൻട്രേഷൻ ചെയ്യാനായിട്ടുള്ള പോസിബിലിറ്റീസ് ഉണ്ടെന്നാണ് യോഗികൾ കണ്ടെത്തിയിരിക്കുന്നത്. അപ്പം ഇതിൻ്റെ പല രീതിയിലുള്ള ഇപ്പം മാനിഫെസ്റ്റേഷൻ, ദേവി മാനിഫെസ്റ്റേഷൻ എന്ന് പറയുന്ന സമയം നമുക്കറിയാം, ഒരു നമ്മുടെ തന്നെ കുലത്തിൽ നോക്കിയാലും അല്ലെങ്കിൽ എവിടെ നോക്കിയാൽ തന്നെ ആ ഒരു യോഗീശ്വരനോ അല്ല ഒരു താന്ത്രികനോ ആണ് ആ ദേവിയെ കൊടുത്തിരിക്കുന്നത്. അവർ ഉള്ളിലെ ആ ശക്തിയാണ് അങ്ങോട്ടേക്ക് പ്രാണപ്രതിഷ്ഠ ചെയ്ത് കൊടുക്കുന്നത്, അല്ലേ? അപ്പം ഉള്ളിലെ ശക്തിയെ പല രീതിയിലും നമ്മൾ സാധാ രീതിയിൽ നമ്മൾ എങ്ങനെ തുടങ്ങുന്നത്, എപ്പോഴും ഭക്തിമാർഗത്തിലായിരിക്കും ദേവിയോട്. ഭക്തിയിൽ നിന്ന് നമ്മൾ എന്ത് ചെയ്യും, നമ്മുടെ ഉള്ളിലെ ആധാര ചക്രങ്ങളെല്ലാം അതിൻ്റെ ഒരു ക്രമീകരണത്തിൽ വരുമ്പോൾ നമുക്ക് മനസ്സിലാവും ദേവി നമ്മളുമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നുണ്ടെന്ന്. ആ ദേവി തന്നെ പലപ്പോഴും നമ്മളായി മാറി നമ്മൾ ആ ഒരു ഉയർന്ന കാര്യങ്ങളെ ഗ്രഹിക്കുക. എന്താണെന്നറിയാം, പലതും എന്താണെന്നറിയാം, ഈ പ്രപഞ്ചത്തിൻ്റെ രഹസ്യങ്ങൾ നമുക്കറിയാവുന്നതിനെക്കാട്ടിൽ ഇവർക്കാണ് അറിയാവുന്നത്. ഈ പ്രപഞ്ച രഹസ്യങ്ങൾ നമ്മളോട് പറഞ്ഞു തരുന്ന അതേപോലുള്ള എൻറ്റിറ്റീസാണ്. അത് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, നമ്മുടെ ആത്മീയതയിലും ഭൗതികത്തിലും എല്ലാം പോസിബിളായി എടുക്കുന്ന ഒരു ക്രമീകരണമാണ് എപ്പോഴും ദേവിയിലുണ്ടാവുന്നത്. എപ്പോഴും ഈ ഒരു ഹൈ പോസിബിലിറ്റി, ഞാൻ പറഞ്ഞല്ലോ, നാഗസാധകർക്കും അഘോരിസിനുമാണ് കൂടുതലായിട്ട് ദേവിയെ പോലുള്ളതിനെ എടുത്തുകൊണ്ട് ആരാധിച്ചു കൊടുക്കും. പക്ഷേ സാധാ മനുഷ്യന് പോലും ആ മാനിഫെസ്റ്റ് ചെയ്തിരിക്കുന്ന ഫോമിൽ നിന്ന് എനർജി റിസീവ് ചെയ്യാൻ പറ്റും.
ഒരു സംശയം ചോദിക്കട്ടെ. അപ്പോൾ ഗുരുജി ഈ തന്ത്ര വഴിയല്ലേ ഇപ്പം നമുക്കിത് ചെയ്തു വരുന്നത്? തന്ത്രദേവിയെ മാനിഫെസ്റ്റ് ചെയ്യുന്നത് ഒരിക്കലും ദേവിയെ നമ്മൾ മാനിഫെസ്റ്റ് ചെയ്യുക എന്ന് പറഞ്ഞാൽ പറയില്ല. അങ്ങനത്തെ ഒരു മാനിഫെസ്റ്റേഷൻ പ്രോസസ്സ് ഒരിക്കലും ഉണ്ടാവുന്നില്ലല്ലോ. സാധന വേറെ, മാനിഫെസ്റ്റേഷൻ വേറെ. അത് ക്രമീകരിച്ച് എന്തിനാണ് നമ്മൾ ദേവിയെ മാനിഫെസ്റ്റ് ചെയ്യുന്നത്? നമ്മൾ കാലക്രമേണ അറിയുന്ന ഒരു ക്രമീകരണമല്ലേ അത് ആർട്ടിഫിഷ്യലായിട്ട് വരുന്നതല്ല, ഉള്ളൊന്ന് അല്ല. അതെ, ഞാൻ പറഞ്ഞു, അതൊരു കൃപയാണ്. സാധന ചെയ്യുന്ന ഒരാളെ സംബന്ധിച്ച് നോക്കുമ്പോൾ ദേവിയെ പോലുള്ള ഉയർന്ന ശക്തികൾ അവരുടെ ലൈഫിലേക്ക് കടന്നു വരുന്ന ഒരു കൃപയുടെ വഴി. അല്ലെങ്കിൽ ഞാൻ പറഞ്ഞല്ലോ, വേറെ ഇതിനൊക്കെ ഇപ്പൊ അഘോരി സാധനയും നാഗസാധനയും എന്നൊക്കെ പറഞ്ഞ വളരെ കഠിനമായ സാധന ക്രമീകരണമാണ്. ആ സാധനയിലൂടെ കടന്നു പോകുന്നവരാണ് ദേവിയെ പോലുള്ളവരെ മാനിഫെസ്റ്റ് ചെയ്യുന്നത്. അപ്പം മാനിഫെസ്റ്റ് ചെയ്യുന്ന ആ ഒരു തലത്തിലും അതേസമയം സാധാ മനുഷ്യന് പോലും അവർ ആ 7 ചക്രങ്ങളെയും ആക്ടിവേറ്റ് ചെയ്യാനായിട്ടുള്ള പോസിബിലിറ്റി അറിയാലോ. ആജ്ഞ വരെയാണ് സരസ്വതി നിൽക്കുന്നത്. ആജ്ഞയ്ക്ക് ശേഷമുള്ള ഒരു ചക്രവും കൂടി ഉണ്ട്, സഹസാര. ഈ സഹസാരയിലാണ് നമുക്ക് മോക്ഷം ഇരിക്കുന്നത്. അപ്പോൾ അങ്ങോട്ടേക്ക് കടക്കുകയാണെങ്കിൽ എല്ലാ വ്യക്തികളും അവെയർ ആയിരിക്കണം ലൈഫിൽ. ആ ഒരു അവയർനെസ് വരെ എന്ത് ചെയ്യണം, എല്ലാ മനുഷ്യനും കടന്നു പോകാനായിട്ടാണ് ഇങ്ങനെ ക്രമീകരിച്ചുകൊണ്ടുള്ള ദേവി ആരാധനയും പല രീതിയിലും ദേവി മാനിഫെസ്റ്റേഷൻ പോലുള്ള കാര്യങ്ങൾ നമ്മൾ കൊണ്ടുവന്ന് വെച്ചിരിക്കുന്നത് എപ്പോഴും. പിന്നെ 7 ചക്രങ്ങളെ ഉണർത്താൻ എത്ര സമയമെടുക്കും, അതിൻ്റെ കാര്യങ്ങളൊക്കെ എങ്ങനെയാണ്? ഞാൻ പറഞ്ഞല്ലോ, എപ്പോഴും 7 ചക്രങ്ങളെന്ന് പറയുമ്പം നമുക്ക് ഒരു ധാരണയിൽ ആദ്യം തന്നെ വരേണ്ടത് നമുക്ക് 6 ചക്രങ്ങളാണ് മനുഷ്യൻ്റെ ആധാരപ്പെട്ടിരിക്കുന്നത്. 6 ചക്രം. ഇപ്പം നമുക്ക് മൊത്തത്തിൽ എത്ര ചക്രങ്ങളുണ്ടെന്ന് ചോദിച്ചാൽ 114 ചക്രങ്ങളുണ്ട് നമുക്ക്. ഈ 114 ചക്രങ്ങളിൽ 112 ചക്രങ്ങൾ മാത്രമേ ഉള്ളൂ നമ്മുടെ മനുഷ്യൻ്റെ ഈ ഒരു ശരീരത്തിൽ. അപ്പം 72,000 നാഡികൾ രണ്ടും കൂടി കൂട്ടി വരുമ്പോൾ 112 ചക്രങ്ങളിലേക്കാണ് നമുക്ക് പ്രവേശനം ഉണ്ടാവുന്നത്. ഇതിലെ ആജ്ഞ വരെ ഏതൊരു സാധനയിലൂടെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, തുറക്കാൻ പറ്റും. പക്ഷെ സഹസാരയിലേക്ക് നമുക്ക് പ്രവേശനം കിട്ടണമെങ്കിൽ ഇത് മനുഷ്യ ശരീരത്തിൻ്റെ അപ്പുറം നിൽക്കുന്ന ചക്രമാണ്. ഇതാ എസ്റ്റസി ആയിട്ട് ആ പരബ്രഹ്മമായിട്ട് ലയിച്ചിരിക്കുന്ന ഒരു ചക്രമായതുകൊണ്ട് ഇവിടുത്തെ ബോധം ഒരു കോൺഷ്യസ് ഹൈ ആയി കഴിയുമ്പം ഇത് തന്നെ എന്ത് ചെയ്യുന്നതാണ്, തുറക്കപ്പെടുന്നത്. ആ യോഗിയുടെ കുണ്ടലിനിയുടെ ശക്തി പോലാണ് 7ാം ചക്രത്തിൽ പ്രവേശനം. ആധാര ചക്രങ്ങൾ ഞാൻ പറഞ്ഞല്ലോ, എപ്പോഴും മനസ്സിലാക്കിയിരിക്കേണ്ട കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു യൂണിവേഴ്സിൽ ഇപ്പം നാഗപഞ്ചമിയുണ്ട്. ഈ നാഗപഞ്ചമി മുതൽ മഹാശിവരാത്രി വരെ ആത്മീയതയ്ക്ക് വേണ്ടിയിട്ടുള്ള സമയമാണ്, സാധനയ്ക്ക് വേണ്ടിയിട്ടുള്ള സമയമാണ്. നാഗപഞ്ചമി ആരംഭിക്കുന്ന ആ മുതൽ ഈ നവരാത്രി ഞാൻ പറഞ്ഞല്ലോ ചക്രങ്ങളുടെ ഉയർത്താനായിട്ടുള്ള പോസിബിലിറ്റീസ് ഉള്ള ടൈമാണ്. എപ്പോഴും യോഗയുടെ മാനത്തിൽ പറയുന്ന ഒരു കാര്യമുണ്ട്. ഇപ്പോൾ ദേവിയെ മാനിഫെസ്റ്റ് ചെയ്യുന്നതെന്ന് ചോദിച്ചില്ല, അതിൽ തന്നെ പറയുന്നൊരു കാര്യമുണ്ട്. എപ്പോഴും നമ്മൾ നമ്മുടെ നട്ടലിനെ അഗ്നിയോളം ജ്വലിപ്പിച്ച് നിർത്തിക്കൊണ്ട് ശ്വാസത്തെ ഇരുട്ടോളം ഇരുണ്ടതുപോലെ ആക്കിക്കൊണ്ട് മനസ്സിനെ ഏകാന്തമാക്കുമ്പോൾ ഒരു പർട്ടിക്കുലറായിട്ടുള്ള എനർജി നമുക്ക് റിസീവ് ചെയ്യാൻ പറ്റും. ഈ നട്ടലിനെ അഗ്നിയോളം കത്തിക്കുക എന്ന് പറയുന്നത് എന്താ, നമ്മളൊരു സാധന ചെയ്യുമ്പോൾ സമയത്ത് എന്തുണ്ടാകുന്നത്, സയ്യദ് സാധനയാണെങ്കിൽ മണിപ്പൂരക വരെ എപ്പോഴും ഫയർ ചെയ്തുകൊണ്ടേയിരിക്കും. എപ്പോഴും 3 ചക്രങ്ങൾ ഇങ്ങനെ സാധന പാതയിൽ പോകുമ്പോൾ ഫയർ ആവും. അപ്പോൾ ഈ നവരാത്രി അല്ലെങ്കിൽ മഹാശിവരാത്രി നാഗപഞ്ചമി ഒക്കെ വരുന്ന ദിവസം എന്ത് ചെയ്യും, നമ്മുടെ പ്രാണൻ ഒരു മരണത്തിൽ പോകുമ്പോൾ എന്താ, ഒരു ഇരുട്ടാണ്. അതേപോലെ തന്നെ നോട്ടോ എന്ന് വെച്ചാൽ നമ്മൾ നോട്ടോ സ്റ്റേജിലേക്ക്, ഒരു ചിന്തയില്ലാത്ത അവസ്ഥയിലേക്ക്, ഒരു ചിന്തയില്ലാത്ത നമ്മൾ കടന്നു പോകുന്ന സമയത്ത് നമ്മുടെ മനസ്സ് ഏകാന്തമായി തുടങ്ങും. അപ്പോൾ എന്ത് ചെയ്യണം, ചെറിയ യോഗ പരിശീലനം നമ്മൾ ചെയ്യുന്ന സമയത്ത് തന്നെ എന്തുണ്ടാവും, ഇതുപോലുള്ള എൻറ്റിറ്റീസ് നമ്മളിലേക്ക് ഫോമായി മാറുന്ന ഒരു ക്രമീകരണമാണ് എപ്പോഴും വന്നു ചേരുന്നത്. അപ്പോൾ അങ്ങനത്തെ ഒരു ക്രമീകരണത്തിൽ നമ്മൾ പോകുമ്പോൾ എന്തുണ്ടാവും, അങ്ങനെ ഉയർന്ന തലത്തിലുള്ള പോസിബിലിറ്റീസ് നമുക്ക് വന്നു ചേരും. അതാണ് എപ്പോഴും പറയുന്നത്, അങ്ങനത്തെ ഒരു മാർഗത്തിൽ നമ്മൾ ചെയ്യുന്ന സമയം നമുക്ക് ഇങ്ങനെയുള്ള പോസിബിലിറ്റീസ് വളരെ കൂടുതലാണെന്നുള്ളത്. അതിൻ്റെ ഓരോരുത്തരുടെ കേപ്പബിലിറ്റി അനുസരിച്ചിരിക്കും അവർക്കത് എത്തിപ്പെടാനുള്ള ചാൻസ്. അതെ, അല്ല കേപ്പോഴും അതിൻ്റെ ഒരു നമ്മുടെ കുണ്ടലിനിയുടെ കപ്പാസിറ്റി എന്ന് പറഞ്ഞല്ലോ, യോഗ സാധനയിലൂടെ മാത്രമാണ് നമുക്ക് അത് കൂടുതലായിട്ട് അതിനെ പിടിച്ചു നിർത്താൻ പറ്റുന്ന ഈ എനർജിയെ. അങ്ങനെ കൂടിപ്പോകുമ്പോൾ ഞാൻ പറഞ്ഞില്ലേ, എപ്പോഴും നമ്മുടെ ആധാര ചക്രങ്ങളെന്ന് പറയുന്നത് ഒരു സമയം സാധനയുള്ളവർക്ക് മാത്രമേ ഇതിന് അവസരമുള്ളൂ. ഞാൻ പറഞ്ഞത് ദേവി മാനിഫെസ്റ്റേഷനോ അല്ലെങ്കിൽ നാഗ മാനിഫെസ്റ്റേഷനോ എന്തായാലും ഏതൊരു മനുഷ്യൻ്റെ സാധനാപാതയിലുള്ള ഒരാളുടെയും ഉള്ളിൽ ഒരു കോൺസെൻട്രേഷൻ ചെയ്ത എനർജി വേണം. ഒരു നാഗമോ ദേവിയോ ഇവരെ ഉള്ളിൽ കോൺസെൻട്രേഷൻ ചെയ്തിരിക്കണം.
എന്നാൽ മാത്രമേ നമുക്ക് എന്തിനും ഈ പ്രപഞ്ചത്തിൻ്റെ രഹസ്യങ്ങൾ നമുക്ക് മനസ്സിലാക്കുവാനും നമ്മുടെ മെറ്റീരിയലായിട്ടുള്ള ലൈഫിൽ നമുക്ക് ആ രീതിയിൽ കൈകാര്യം ചെയ്യാനായിട്ടും പറ്റുന്ന ഒരു ക്രമീകരണം വരത്തുള്ളൂ. പണ്ട് നമുക്കറിയാം, ആരോ ഒരാളോട്, ചട്ടമ്പി സ്വാമികളോട് തന്നെ ഒരു ചോദ്യം ചോദിച്ചിരുന്നു. ചട്ടമ്പി സ്വാമികളോട് ഏതോ ഒരു ഇതുപോലെ തന്നെ ഒരാൾ ഇങ്ങനെ മറ്റേ ഓമയ്ക്ക പറിക്കുന്ന സമയത്ത് എന്തോ ചോദിച്ചു, മരം ഇങ്ങനെ വന്ന് താന്ന് കൊടുത്തു. അപ്പോൾ അദ്ദേഹത്തിൻ്റെ അടുക്ക് ആ ശിഷ്യൻ ചോദിച്ചത് എന്താണ്? പറഞ്ഞു, എൻ്റെയും നിൻ്റെയും എല്ലാം ഉള്ളിൽ ഒന്ന് തന്നെയാണ് ഈ പ്രപഞ്ചം മുഴുവനും. അപ്പോൾ നമുക്ക് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പറ്റുന്നത് എല്ലാത്തിനോടും പറ്റുമെന്നുള്ളത്. അതേപോലെ തന്നെ നമ്മൾ ഉയർന്ന സാധനയിൽ പോകുന്ന സമയത്ത് നമ്മളെക്കാട്ടിൽ ഉയർന്ന പല ഡിവൈനും ഇവിടെ ഉണ്ട്. നമ്മളതിനെ വളരെ സാധാരണ ലെവലിലാണ്, മനസ്സിൻ്റെ തലത്തിലാണ് നമ്മൾ പ്രാർത്ഥിക്കാൻ മാത്രം പോകുന്നത്. പക്ഷേ പ്രാർത്ഥനയെ എല്ലാം കാട്ടിലുപരി തന്നെ അത് ആ ഒരു തലത്തിലേക്കുണ്ടെന്നാണ് ഇതുകൊണ്ട് അറിയാലോ. ഇപ്പം ദേവിയാണെങ്കിലും ശിവനാണ്. ഈ രണ്ട് ഡിവൈനിൽ മാത്രമേ നമ്മൾ കണ്ടിട്ടുള്ളൂ മൂന്നാം കണ്ണ് കണ്ടിട്ടുള്ള ദേവിയിലും അതേപോലെ തന്നെ ശിവനിലുമാണ്. ഈ മൂന്നാം കണ്ണെന്ന് പറയുന്ന പോലെ തേടയെ മാസ്റ്റർ ചെയ്യുവാണ്. തേടയെ മാസ്റ്റർ ചെയ്ത് ഒരാൾക്ക് അറിയാൻ പറ്റില്ല. ആത്മ എന്ന് പറയുന്ന മൂന്നാം കണ്ണാണ്. ഈ പ്രപഞ്ചത്തിൽ അല്ല, നമ്മുടെ ഈ രണ്ട് കണ്ണുകൾ കൊണ്ട് കാണുന്നതിനോളം എത്രയോ വലുതാണ്. എന്നുവെച്ചാൽ ഈ കണ്ണുകൾ കൊണ്ട് ഗ്രഹിക്കാൻ പറ്റുന്ന അതിൻ്റെ അഗ്നിയോളം, അതിൻ്റെ അത്രയും ഗ്രഹിക്കാൻ പറ്റുന്നതിൻ്റെ അത്രയും ഒന്നും തന്നെ ഇല്ല ഒരാൾക്ക് മൂന്നാം കണ്ണ് മാസ്റ്റർ ചെയ്യുന്ന ഒരാൾക്ക്. അപ്പോൾ തേടൈ എന്ന് പറയുന്ന ആ ഒരു പോസിബിലിറ്റി എന്ന് പറയുന്നത് നമുക്ക് നമ്മുടെ ഈ ഒരു പഞ്ചഭൂതങ്ങൾ അല്ലെ കാണുന്നതും മനുഷ്യനുമായിട്ട് സംസാരിക്കുന്നതിനേക്കാളുപരി അതേപോലുള്ള എൻറ്റിറ്റീസുമായിട്ട് നമുക്ക് മിണ്ടാനും പറയാനും അങ്ങനെയുള്ള ദേവിയെ പോലുള്ള ഉയർന്ന ശക്തികളെ പോസിബിൾ ആക്കാനും പറ്റുന്ന ഒരു ക്രമീകരണമാണ് എപ്പോഴും ഇങ്ങനെയുള്ള സാധന പദ്ധതികൾ ഉണ്ടാകുന്നത്. അപ്പം നമ്മുടെ ഓരോ ചക്രങ്ങളെയും ഓരോ സമയങ്ങളിലായിട്ട് നമ്മൾ സാധന പാതയിൽ കടക്കുക, എപ്പോഴും സാധന പാതയിൽ കടക്കുക. സാധന പാതയിൽ ഇങ്ങനെയുള്ള ഉയർന്ന പല ദിവസങ്ങളും കടന്നു പോകും. ആ സമയത്ത് ദേവിയെ പോലുള്ളത് നമുക്ക് മാനിഫെസ്റ്റ് ചെയ്യാൻ വളരെ പോസിബിലിറ്റീസ് ഉണ്ടാകും. ഇത് നമ്മൾ തുടങ്ങി വെച്ച എന്താണെന്ന് അറിയാം, ഈ പ്രപഞ്ചം തന്നെ നമുക്ക് ആത്മബോധത്തിലേക്ക്, ആ ഉയർന്ന ഒരു അവയർനെസ്സിലേക്ക് നമ്മളെ തന്നെ കടത്തിക്കൊണ്ട് പോകും. അതിനെല്ലാം അവസരമുണ്ട് ഇവിടെ. ഞാൻ പറഞ്ഞില്ല, പല ആൾക്കാരും പല യോഗികൾക്കും എൻലൈറ്റ്മെൻറ്റ് കിട്ടുന്ന ദിനമെന്ന് പറയുന്ന മഹാശിവരാത്രിയാണ്. നമ്മളിതിനങ്ങ് നിന്ന് കൊടുത്താൽ മതിയല്ലോ. ഞാൻ പറഞ്ഞല്ലോ, അഗ്നിയോളം കത്തണം നമ്മുടെ നട്ടല്, ഫയറായിരിക്കണം കുണ്ടലിനി എപ്പോഴും. അതങ്ങനെയല്ല ബുദ്ധി, നിന്ന് കൊടുക്കാന്ന് പറഞ്ഞാൽ നമ്മൾ അത്രത്തോളം പ്യുവറായി സാധന ചെയ്ത് പോയാൽ മതി. അതെ സാധന എന്ന് പറഞ്ഞാൽ ഞാൻ പറഞ്ഞില്ല, എപ്പോഴും നമ്മൾ ശിവന് രണ്ട് സാധന ക്രമീകരണങ്ങളാണുള്ളത്. ഒന്ന് വൈരാഗ്യം. ഈ വൈരാഗ്യ സാധന എന്ന് പറയുന്നത് എന്താണ്? വൈരാഗ്യത്തോടു കൂടി തന്നെ നമ്മൾ സാധന ചെയ്യുന്ന സമയം നമ്മൾ എപ്പോഴും വൈരാഗ്യം, സാധന എന്നുള്ളതാണ് വൈരാഗ്യം എന്ന് വെച്ചാൽ നമ്മുടെ ശ്രദ്ധ കൂടുതലായിട്ടും ആ ബോധത്തിന് അടിസ്ഥാനപ്പെടുത്തിയായിരിക്കണം. എന്നുവെച്ചാൽ ഞാൻ പറഞ്ഞു, അതെ, ശിവന്റെ സാധന ചെയ്യുന്ന ഒരാളോട് സാധന ചെയ്യാൻ പറയേണ്ട ആവശ്യമില്ല. അവർ സദാസമയം സാധനയിലായിരിക്കും. ഇത്ര സമയം അവരോട് പറയണ്ട, അവർ പ്രസന്റിൽ ഇരിക്കുകയല്ല. ഇപ്പം നമ്മൾ അറിയാമല്ലോ, ചില ശിവന്റെ ഉയർന്ന സാധകരാണ് നാഗസാധകരും അഘോരി സാധകരും. ഇപ്പോൾ ഒരു അഘോരി സാധകനെ നോക്കുന്ന സമയത്ത് അവരെന്താ ചെയ്യാറ്? അവർ ഉയർന്ന തട്ടിലാണ് സാധന ചെയ്യുന്നത്. അതേപോലെ ഒരു സാധകനോ ഒരു മനുഷ്യനോ ചെയ്യാൻ പറ്റില്ല. ഒരു നാഗസാധകനെ പോലെ അത്രയും ക്രമീകരിച്ച് നട്ടലിനെ ഉയർത്തി നിർത്താനായിട്ട് സാധിക്കത്തില്ല. അപ്പം അങ്ങനെ സാധന ചെയ്യുന്ന ഒരു വ്യക്തി എന്ന് പറയുമ്പോൾ സദാസമയം സാധന എന്നുള്ളതിലേ പോകത്തുള്ളൂ. അപ്പോൾ ഒരു ടൈമിൽ നമ്മൾ സാധന പാതയിലേക്ക് ഇൻവെസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഈ ഒരു എന്താണ് ഈ ജ്ഞാനമെന്നുള്ളത് നമുക്ക് തുറക്കപ്പെടും. ജ്ഞാനം തുറക്കപ്പെടാനായിട്ടല്ല എല്ലാ രീതിയിലുള്ള സാധനകളും, നമ്മൾ എന്താണെന്നുള്ള പൂർണ്ണ ബോധ്യം നമുക്ക് എത്തിച്ചേരാനായിട്ടാണിത്. അങ്ങനെ ഒരു തവണ നമുക്ക് അവയർനെസ് ഹൈ ആയിക്കഴിഞ്ഞാൽ, നമ്മൾ ആ ഒരു ഹൈ സെൽഫിലേക്ക് കടന്നു കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ഏതൊരു രീതിയിലും സാധിക്കും. രമണ മഹർഷിയൊക്കെ പറഞ്ഞിട്ടുപോലെ നിങ്ങൾ ചുമ്മാതിരുന്നാലും നിങ്ങൾ ആ ബോധത്തിലാണെന്ന് പറയുന്നത് പോലെ കടന്നു പോകാൻ പറ്റും. പക്ഷേ ഇതിനപ്പുറം തന്നെ എപ്പോഴും പറയാറുണ്ടല്ലോ, ഇതൊക്കെ പറയുന്നത് എന്തിനാണ്? ദേവിയാണെങ്കിലും നാഗമാണെങ്കിലും ശിവയാണെങ്കിലും കൃഷ്ണയാണെങ്കിലും എല്ലാം തന്നെ ഉയർന്ന പോസിബിലിറ്റീസ് ആണ്. മനുഷ്യനെക്കാട്ടിൽ ഉപരി തന്നെ അവരുയർന്ന നമുക്ക് പല രഹസ്യങ്ങളും നമുക്ക് പല കാര്യങ്ങളും പറഞ്ഞു തരാനായിട്ടുള്ള പോസിബിലിറ്റീസ് ആയിട്ടുള്ള ക്രമീകരണങ്ങളാണ് ഇതല്ല. ഇതൊക്കെ പറയുന്ന സമയം ചില ആൾക്കാർ എന്താ ഇത് അല്ലേ, ഇത് ഒരുമാതിരി അല്ലേ, നമ്മൾ ദേവി ദേവ അല്ലേ, ഭയങ്കരമായിട്ടല്ലേ പഞ്ചേന്ദ്രിയങ്ങൾ കൊണ്ട് കാണുന്നതിൻ്റെ അപ്പുറം പറയുന്ന സമയത്ത് അയ്യോ ഇതൊക്കെ നമ്മുടെ ഉള്ളിൽ നിന്ന് തന്നെ പലതിനും ആൻസർ ലഭിക്കുകയും സൊല്യൂഷൻസ് അല്ല. അതാ ഞാൻ പറഞ്ഞത്, അത് പറഞ്ഞപ്പോൾ പോലും ഉഷാമ്മയ്ക്ക് പോലും പലതും കത്തിയില്ല. അത് ഞാൻ മൂത്രം മനസ്സിലാക്കി. അതെന്താണെന്നറിയാം, ഞാൻ പറഞ്ഞില്ല, ഇത് അങ്ങനത്തെ ക്രമീകരണമല്ല.
എസ്പെഷ്യലി ഞാൻ പറഞ്ഞ ഒരു എനർജി എന്ന് പറയുമ്പോൾ നമ്മൾ എനർജിയാണ്, നമ്മുടെ ചുറ്റുമുള്ള മുഴുവനും ഒരു എനർജിയാണല്ലേ. ഇതുപോലെ തന്നെ നമ്മുടെ എനർജി നമ്മൾ പറഞ്ഞില്ല എപ്പോഴും അനാഹതയിലേക്ക് പോകുന്ന സമയം, ഈ അനാഹതയിൽ ഞാൻ പറഞ്ഞ നാദമുണ്ട്, അതേപോലെ അനാഹതയിൽ തന്നെ നമ്മൾ മാസ്റ്റർ ചെയ്ത് അനാഹത ഉണരുന്ന സമയത്തുണ്ടാകുന്ന ഒരു ഉയർന്ന പോസിബിലിറ്റിയാണ്. നമ്മളിപ്പോൾ ചിത്രത്തിലൊക്കെ കാണല്ലേ, ഇപ്പോൾ നമ്മൾ മൂകാംബിക അമ്മയെ കാണും, അതേപോലെ തന്നെ മധുര മീനാക്ഷി, ഇവരൊക്കെ ചിത്രത്തിൽ അവരിരിക്കുന്ന രൂപം ഉണ്ടല്ലോ, അതേപോലെ തന്നെ പല രൂപങ്ങളായിട്ടുള്ള പല ഭാവങ്ങളായിട്ടുള്ള പല ദേവിമാരും പല പോസിബിലിറ്റീസ് ഇവിടെ ഉണ്ട്. അത് എസ്പെഷ്യലി നമ്മുടെ എനർജി അതുമായിട്ട് മാറുമ്പോൾ എനർജി അങ്ങനെ നാദം എന്തിനുണ്ടാവുന്ന അനാഹതയിൽ, നാദമാണ് ജ്ഞാനം. ഈ എനർജിയുടെ ഈ ആത്മാവിൻ്റെ ബോധമാവുന്നത് എപ്പോഴും നാദമാണ്. അങ്ങനെ നമ്മൾ പലതും മാസ്റ്റർ ചെയ്യും. അതാണ് യോഗികൾ മാസ്റ്റർ ചെയ്തിട്ടുള്ളത്. ഞാൻ പറയുന്നത് പോലെ എപ്പോഴും അദ്വൈതികൾ പറയുമ്പോൾ ജ്ഞാനമായി തന്നെ നമുക്ക് ഉപദേശം കൊണ്ട് കിട്ടും. അവിടെ നമുക്ക് വലിയ കാര്യം ബ്രഹ്മം മാത്രം മുക്തി മാത്രമാണ്. പക്ഷേ യോഗികളുടെ തലത്തിലേക്ക് വരുമ്പോൾ അവർക്ക് കൂടുതൽ ജ്ഞാനമില്ല, അവർക്ക് ഇതിനെല്ലാം മാസ്റ്റർ ചെയ്യുക എന്നുള്ളൊരു പ്രോസസ്സേ ഉള്ളൂ. അതിനാണ് അവർ യോഗ സാധനയിലേക്ക് ഇറങ്ങുന്നത്. അതുകൊണ്ടാണ് അവർ ഇങ്ങനെയുള്ള പ്രപഞ്ചത്തിൻ്റെ ഉയർന്ന അവസരങ്ങളെ മനസ്സിലാക്കി അവർ ഉയർന്ന രീതിയിൽ മുക്തിയിലേക്ക് കടന്നു പോകുന്നത്. അതാണ് അതിൻ്റെ ഒരു രീതി എന്ന് പറയുന്നത്. അതെ അതെ. നമസ്തേ ഗുരുജി. നമസ്കാരം.